ഹലോ ഗായ്സ്, അപ്പോൾ നമുക്കിന്നൊരു പത്തിരിൻ്റെ വീഡിയോ കണ്ടാലോ. അപ്പോൾ പത്തിരി ഉണ്ടാക്കുന്നത് പത്തിരിക്ക് പേര് വന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയോ? എനിക്കും അറിയില്ല കേട്ടോ. അപ്പോൾ നമുക്കത് നോക്കണ്ട, നമുക്ക് പത്തിരി ഉണ്ടാക്കാം. അപ്പോൾ പത്തിരിക്ക് 10 കാര്യങ്ങൾ ചേരുമ്പോഴാണ് പത്തിരി എന്നാവുന്നതെന്ന് തോന്നുന്നുണ്ടോ. അപ്പോൾ നമ്മൾ അരി പൊടിക്കുന്നത്, വെള്ളം വെക്കുന്നത്, വാട്ടാനായിട്ട് വാട്ടുന്നത്, പരത്തുന്നത്, ചുടുന്നത്, അങ്ങനെ ഒരുപാട് 10 കാര്യങ്ങൾ ചേരണുണ്ടോ. നിങ്ങൾ 10 കാര്യം ഉണ്ടോയെന്നൊന്നും നോക്കണ്ട, ഞാനിവിടെ പത്തിരി വരുത്തുന്നത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിവിടെ പത്തിരി ഉണ്ടാക്കാൻ പോകും. നല്ല പോലെ വട്ടത്തിലൊന്നും വരുമൊന്നുമില്ല. പിന്നെ നമ്മൾ പണ്ട് പ്രസ്സൊന്നും ഇല്ലാത്ത കാലത്ത് എങ്ങനെയാണ് വട്ട് പിടിച്ചിരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കറക്കി കൊണ്ടുവരുമ്പോൾ ഇതുപോലെ അങ്ങോട്ടാവും കേട്ടോ. അപ്പോൾ നമുക്കിനി പത്തിരി ചുട്ട് നോക്കാം. പത്തിരി നല്ല പോലെ പൊള്ളച്ച് വരണമെങ്കിൽ ഒരുപാട് പൊടിയൊന്നും പത്തിരിമ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ പൊടി തട്ടി വേണം പത്തിരി ചുടാനില്ലേ. അപ്പോൾ ഇതുപോലെ നല്ല പൊള്ളച്ച് ഇങ്ങനെ വരുമ്പോൾ ഓരോ ഭാഗങ്ങൾ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്ത് നല്ല പോലെ പൊള്ളച്ച് വരും കേട്ടോ. അപ്പോൾ പത്തിരി നല്ല ടേസ്റ്റ് നമ്മുടെ ബീഫ് കറിയും ചിക്കൻ കറിയൊക്കെ കൂടെ കഴിക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഞാനിന്നിപ്പോൾ ഇതൊന്നും കൂട്ടിയല്ല കഴിക്കുന്നത്, നമ്മുടെ ചെറിയൊരു കുറുമക്കറിയിട്ട് കടലക്കറി. അപ്പോൾ ഇടയ്ക്കിങ്ങനെ തുടച്ച് കൊടുക്കണം നല്ലതാണ്. അപ്പോൾ നമ്മുടെ തുണിക്കടയിൽ തുണി മടക്കി വെച്ച പോലെ ഞാനിതാ പത്തിരി ചുട്ട് മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി പത്തിരി. അപ്പോൾ പത്തിരി ചുടണമെങ്കിൽ പൊടി നല്ല പോലെ നന്നാവണം കേട്ടോ. അപ്പോൾ നമ്മൾ പാക്കറ്റ് പൊടി അത്ര നന്നാവില്ല, നമ്മൾ അരി ഉണക്കി പൊടിയാണെങ്കിൽ നല്ല പോലെ നന്നാവും. അപ്പോൾ പോകാൻ വരട്ടെ. അപ്പോൾ ഞാൻ കഴിക്കുന്നത് കൂടി കണ്ടിട്ട് പോയാൽ മതി കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.